നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട് ഫേസ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നല്ല അടിപൊളി ഫേഷ്യൽ മാസ്ക് ആണ്, പ്രത്യേകിച്ച് ഓയിലി സ്കിൻകാർക്ക് പറ്റിയത് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളണം. എൻ്റെ അടുത്ത് ആവി പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സോസ് പാനിൽ ജസ്റ്റ് ഒന്ന് മുഖം ആവി കൊള്ളിക്കുന്നത്. നന്നായിട്ട് ആവി കൊണ്ട് ശേഷം ഇനി നമുക്ക് എടുക്കേണ്ടത് ഫേസിൽ കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആണ്. എൻ്റെ ഫേസിൽ വളരെ കുറവാണ്, ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും എടുക്കാറുണ്ട്, അതുകൊണ്ട് കുറവായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങളടുത്ത് ഇതുപോലത്തെ ഒരു നീഡിൽ വെച്ചിട്ട് വേണം നിങ്ങളെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കാൻ വേണ്ടിയിട്ട്. അതും സ്റ്റീം ചെയ്ത ശേഷം മാത്രം എടുക്കുക, എന്നാലേ പെയിൻ വളരെ കുറയുള്ളൂ. സ്റ്റീം ചെയ്യാണ്ട് നിങ്ങൾ ഫേസിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പം കുറച്ച് പെയിൻഫുള്ളായിരിക്കും. സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എല്ലാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കിട്ടും കേട്ടോ. മൂന്നാമത്തെ സെക്ഷനിൽ സ്ക്രബിങ് ആട്ടോ ഇനി വരുന്നത്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു തക്കാളി, കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളി എടുത്തത്, കാരണം ഈ തക്കാളിന്റെ പകുതി നമുക്ക് മാസ്കിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു തക്കാളി എടുത്തത് കേട്ടോ. ഇനി ഈ ഒരു അത് നമുക്ക് ഇങ്ങനെ തക്കാളി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പാകത്തിന് വേണം ഇതിനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലത്തെ ഒരു പാട്ടാട്ടോ എടുക്കുന്നത്. ഇത്രയും നമുക്ക് മാസ്കിന് എടുക്കാം. നമുക്ക് ഈ തക്കാളിന്റെ പീസ് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച തക്കാളിയാണ് നല്ല തണുപ്പുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് തക്കാളി. ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു തക്കാളി. എന്നിട്ട് അതാണ് എൻ്റെ മുഖത്ത് തേച്ചത്. ഇപ്പം തന്നെ മുഖത്ത് ഒരു ബ്രൈറ്റ്നെസ് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ഒരു ഡാർക്കാണ് എൻ്റെ ഫേസിൻ്റെ ഈ പല്ലിൻ്റെ ചുറ്റുമുള്ളത്. എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, പക്ഷെ എന്നാലും ഒരു മാതിരി ഡാർക്ക്നെസ് ആട്ടോ അത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് മുഖത്ത് നന്നായിട്ട് ഇപ്പം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം ഇത് വെച്ചാൽ മതി, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിയും. ഇനി നെക്സ്റ്റ് നമുക്ക് പാക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്, ഫേസ് പാക്ക്. അതിനായിട്ട് ഞാൻ ആ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിൽ വേണ്ടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല. എനിക്ക് ഇതിൻ്റെ കുറച്ച് വെള്ളം മാത്രം മതി, ഇത് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുന്ന വെള്ളം മാത്രം മതിയേ. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ പിഴിഞ്ഞ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തക്കാളീൻ്റെ ഈ ഒരു വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട, കാരണം ഒരു പാക്കല്ലേ, ഫേസിൽ അതങ്ങ് പറ്റിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ തക്കാളി മുഴുവൻ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. കുരുവൊന്നും ആയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ തക്കാളീൻ്റെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് മാറ്റിയെടുത്തിട്ട് നമുക്കിത് ഇത്രയും അളവിലുള്ള ഒരു ഇതായിട്ടോ കിട്ടിയത്, വാട്ടർ കണ്ടൻറ്റാണ് കിട്ടിയത്. അതിന് ശേഷം ഇതിലേക്ക് കടലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഓയിലി സ്കിൻകാർക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള, അതായത് നമ്മുടെ ഫേസിന് പറ്റിയൊരു പൊടി കടലപ്പൊടിയെല്ലാമാണ്. അപ്പോൾ കടലപ്പൊടിയിൽ ഇതുപോലെ തക്കാളി അല്ലെങ്കിൽ റോസ് വാട്ടർ ഇട്ടിട്ട് തേക്കുന്നതാണ് നല്ലത്. തക്കാളി ആകുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ തക്കാളി ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഈ മാവിൽ ഈ ഒരു പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി, പേസ്റ്റ് പോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഫേസ്. ഇനി ഞാൻ കുറച്ച് വെള്ളം എൻ്റെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട്, വെള്ളമോ അല്ലെങ്കിൽ തക്കാളി നീരോ എന്തെങ്കിലും കയ്യിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് മസാജ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളൊരു പാട്ടെല്ലാം വെച്ചോളൂ, മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മൂക്കുത്തി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് മൂക്കുത്തി റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നല്ല അടിപൊളി മസാജിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിനെ കൊണ്ട് മുഖം ഒന്ന് കഴുകിയാൽ മാത്രം മതി. നമുക്കിന്ന് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്കിതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ടവൽ എടുത്തിട്ട് ഒപ്പിക്കൊടുത്താൽ മാത്രം മതിയേ. ഇനി നെക്സ്റ്റ് നമ്മൾ പാക്ക് ആട്ടോ ഇടാൻ പോകുന്നത്. ആ പാക്ക് ഞാൻ അടിപൊളിയായിട്ട് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട്, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. അപ്പം എല്ലായിടത്തും നല്ല വൃത്തിക്ക് ആവും.
അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ബാക്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം, അത് മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് അനങ്ങാണ്ട് റിലാക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും മൂലക്ക് പോയിട്ട് ഇരിക്കുക. സംസാരിക്കാനൊന്നും പാടില്ല. ഇത് ഉണങ്ങുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം നമ്മൾ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മാത്രം നിങ്ങളെ മുഖത്ത് വെച്ചാൽ മതി. ഒരുപാട് സമയം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മുഖം പിന്നെയും മോശമായി പോവുകയും. അതുകൊണ്ട് 15 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മളെ മുഖത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഒരു തുണി മുക്കിയിട്ട് നമ്മൾ ഫേസിൽ അത് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോയിട്ട് ഫേസ് വാഷ് ഇല്ലാണ്ട്, ഫേസ് വാഷ് ഉപയോഗിക്കാൻ പാടില്ല ഇതിന് ശേഷം. ഫേസ് വാഷ് ഉപയോഗിക്കാണ്ട്, സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാണ്ട് ജസ്റ്റ് ഒന്നൊരു വാം വാട്ടറിൽ കഴുകിയെടുത്താൽ മാത്രം മതി. കോൾഡ് വാട്ടറിലും നിങ്ങൾക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ തൽക്കാലം ഒരു തുണി വെച്ചിട്ട് ഫുള്ളായിട്ട് തുടക്കുന്നുണ്ട്. നല്ല ഗ്ലോ ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട് ഫേസ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ഗ്ലോ ആയിട്ടുണ്ട് എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വട്ടം ചെയ്തപ്പോൾ തന്നെ ഇത്ര തന്നെ. അപ്പം നമ്മൾ വീക്ക്ലി ട്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും നമ്മുടെ ഫേസ്. നല്ല ഗ്ലോ ആയിട്ടിരിക്കും അല്ലേ, സ്കിന്നിൽ കലയൊന്നുമില്ല. അപ്പം നിങ്ങളിത് വീക്ക്ലി ട്വൈസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല ഗ്ലോ. പാർലറിൽ പോയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ഗ്ലോ നമ്മൾ ഒറ്റ തക്കാളിനെ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഓയിലി സ്കിൻകാർ എന്തായിട്ട് ട്രൈ ചെയ്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് മിറ്റ്സ് ബൈ ഫ്രം ആദ്ര. ബൈ ബൈ.